എൻ്റെ പേര് റെജിമോൻ ജോർജ്. ഞാൻ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ NCCയിൽ 2ാം റാങ്ക് ഉണ്ടായിരുന്നു. അടുത്ത് തന്നെ നിയമനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന CPO ലിസ്റ്റിൽ ഫിസിക്കലെല്ലാം പാസ്സായി റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ കോമ്പറ്റീറ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊന്നും അറിയാതെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഗുരുനാഥന്മാർ കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് ചെയ്തു. എന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് വളരെയധികം സഹായിച്ചു. ഞാനൊരു സർവീസ്മാൻ ആയിട്ട് പോലും ഇവിടെ വന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കൂടെ എനിക്ക് ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ കോമ്പറ്റീറ്ററിൽ ഉണ്ടാക്കി തരുവാൻ ഗുരുനാഥന്മാർ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നോട് ബാച്ചിൽ കയറിയ ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി 108 എന്നുള്ള ഒരു ബാച്ചിലായിരുന്നു ഞാൻ പഠനം തുടങ്ങിയത്. ഞങ്ങളുടെ ആ ബാച്ചിൽ ഇതുവരെ കണ്ടിന്യൂ പഠിച്ച് ഇടയ്ക്ക് നിർത്താതെ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാനായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കോമ്പറ്റീറ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിതാക്കളല്ല, ഉദ്യോഗാർത്ഥികൾ ആണെന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് ആത്മാർത്ഥതയും ഏതു സമയവും 1 മിനിറ്റോ 2 മിനിറ്റോ എത്ര സമയം കിട്ടിയാലും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാവരും മാക്സിമം പരിശ്രമിക്കണം. പക്ഷെ ഞാൻ പഠിച്ച രീതി എന്തെന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ട് പഞ്ച്വലായിട്ട് ക്ലാസ്സിൽ പോവുക, ഒരു ജോലി കിട്ടുക എന്നുള്ളത് വരെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നിന്ന് പഠിക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും ആ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നിന്ന് പഠിക്കുക. ഞാൻ വളരെ ബിസി ആയിരുന്നിട്ട് കൂടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളിലും ഞാൻ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച് ഒരു 6 മാസം ഇല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. എനിക്ക് എല്ലാവരോടുമായിട്ട് അവസാനമായി പറയാനുള്ളത്, നമ്മൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുണ്ടെങ്കിൽ അതിന് പഠിക്കുക എന്നുള്ള ഒരേ ഒരു ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കൂടെ 108 ബാച്ചിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും അവർക്ക് ജോലി നേടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പഠിച്ചാലും എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥമായി പഠനം തുടരുക. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.